ഇത് ഇത്രയും ചെയ്തിട്ട് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ കോട്ടിങ്. ഇതുപോലെ തയ്യാറാക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റിന് ശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇനി അടുത്തതായി വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അതും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കോട്ടിങ്ങും ഇത് 15 മിനിറ്റിന് ശേഷമാണ് ഇത് ചെയ്തത്. ഇനി നമുക്കൊരു പാനിലോട്ട് ചേർത്ത് കൊടുക്കുക, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ, അപ്പോൾ നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെ നിങ്ങൾ പെപ്പർ ചിക്കൻ ഇതുപോലെയാണോ വെക്കണതെന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ കളയാതെ തന്നെ ഇതിലോട്ടാക്കി. ഇനി ഞാനൊരു 1/4 ടേബിൾ സ്പൂണില്ല നമ്മുടെ മസാല പൊടികളിൽ കുറച്ച് ഇരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ വരും വെള്ളം കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി